സെല്ലോയിഡ് വന്നപ്പോൾ ആദ്യം ആശങ്കയുണ്ടായിരുന്നു ഏതുതരം സംഗീതമാണ് ഈ സിനിമയിൽ ഉപയോഗിക്കേണ്ടതെന്ന്. പ്രത്യേകിച്ചും ജെ.സി. ഡാനിയലിന്റെ വിഗതകുമാരൻ നടക്കുന്ന കാലത്ത് നിശബ്ദ സിനിമയായിരുന്നു. അന്ന് സംഗീതം പോയിട്ട് ശബ്ദം പോലും ഇല്ലാത്ത സമയത്ത് ഉള്ള സിനിമയെക്കുറിച്ച് ഒരു സിനിമയാകുമ്പോൾ അതിലെങ്ങനെയാണ് പാട്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് രണ്ടുപേർക്കും ആശങ്കയുണ്ടായിരുന്നു. എന്തായിരുന്നു അന്ന് ആദ്യം ഞാനിങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് ഈ പടത്തിലെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ജയന്റെ മനസ്സിൽ ഫസ്റ്റ് തോന്നിയ ഒരു ഇതെന്തായിരുന്നു? എങ്ങനത്തെ പാട്ടാണ് അല്ലെങ്കിൽ എങ്ങനത്തെ സംഗീതമാണ് സെല്ലുലോയിഡിന് വേണ്ടത് എന്നായിരുന്നു. എന്റെ മനസ്സിൽ ആദ്യം തോന്നിയ കാര്യം കമൽ സാറിന് ഇഷ്ടപ്പെടുന്ന കമൽ സാറിന്റെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ എങ്ങനെയാണോ അതുപോലത്തെ ഒരു പാട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കണമേ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക് അദ്ദേഹം പറഞ്ഞപ്പോഴും എനിക്ക് തോന്നിയത്. അപ്പോൾ 1930s എന്ന് പറയുമ്പോൾ ഫോക്ക് ക്ലാസിക്കൽ എന്ന് പറയും, അന്നത്തെ ഒരു ജോണർ ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ നാടോടി സംഗീതവും അതിന്റെ കൂടെ കർണാട്ടിക് ശാസ്ത്രീയ സംഗീതവും കൂടെ ചേരുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ് അവലംബിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ചീഫ് സിനിമ ഇതുപോലൊരു തരംഗമായി മാറുമെന്നും ഈ പഴമയെ ഈ പുതിയ തലമുറ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്വീകരിക്കുമെന്നും സംശയിക്കുമെന്നും ജയന്ദ്രൻ വിചാരിച്ചത്? ഒരിക്കലും വിചാരിച്ചില്ല. ആ സിനിമയ്ക്ക് അത് വളരെയധികം യോജിക്കുമെന്ന് എനിക്ക് വിശ്വാസം. സിനിമ ശ്രദ്ധിക്കപ്പെട്ടാൽ പാട്ട് സിനിമ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിന്ത പോലും ജയന്ദ്രൻ ഉണ്ടായിരുന്നില്ല. അല്ല, സിനിമ ശ്രദ്ധിക്കപ്പെട്ടാൽ പാട്ട് അതെ, പക്ഷേ ആശങ്കകളുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ആധുനിക സംഗീതവും ഒരുപക്ഷെ എന്താ പറയുക ഈ വിദേശ സംഗീതം അതിന്റെ പോപ്പ് സംഗീതമൊക്കെ മലയാള സിനിമയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറ അതിന്റെ പുറകെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സംഗീതത്തിന്റെ തനിമ നിലനിർത്താൻ ജയൻ എന്നും ശ്രമിക്കുന്നുണ്ട്. അത് ഇനി മുന്നോട്ട് പോകുമോ എന്നൊരു ആശങ്കയുണ്ട്. അത് സംഗീതം മലയാള സിനിമയിൽ വഴിമാറി പോവുകയാണ്, അതിൽ ആശങ്കയുണ്ടോ എന്നെനിക്കറിയില്ല. കമലിന് ജയന്ദ്രന് അങ്ങനെ 100% വിശ്വാസമില്ല. സാർ, എനിക്ക് കമൽ സാർ എനിക്ക് വൺ ഓഫ് മൈ മോസ്റ്റ് ഇന്റിമേറ്റ് ഡയറക്ടേഴ്സ് ആണ്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഞാൻ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നു, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, ആരാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ കുറച്ച് വഴിമാറി സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ രീതിയിൽ നിന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞ വഴിതെറ്റി സഞ്ചരിക്കുന്നു. അങ്ങനെ ഞാൻ പറയുന്നില്ല. ഒരു പാരലൽ ട്രാക്കും കൂടെ ഇതിന്റെ കൂടെ വേണം. അപ്പോ എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ വെർസറ്റൈലായിട്ട് ചെയ്യുക. ഇനിയിപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തത് നമ്മൾ ഒരു ലൈബ്രറിയിൽ ഓൾറെഡി ഉണ്ട്. ഇതൊക്കെ ചെയ്ത് ജയചന്ദ്രൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ചിന്തകളാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ബ്ലസ്സിയേട്ടന്റെ കളിമണ്ണ് എന്നുള്ള സിനിമയിലും, അതുപോലെ അഴകപ്പൻ ചേട്ടന്റെ പട്ടം പോലെ എന്നുള്ള ചിത്രത്തിലും, അല്ലെങ്കിൽ ജോഷി സാറിന്റെ സലാം കാശ്മീർ എന്നുള്ള സിനിമയിലും, ഹരികുമാർ സാറിന്റെ കാറ്റും മഴ എന്നുള്ള സിനിമ, അല്ലെ അതുപോലുള്ള സിനിമകളിലൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ്. ജയന്ദ്രൻ ഈ സമയമൊക്കെ എങ്ങനെ കണ്ടെത്തുന്നു? ഇത്രയും സിനിമകൾ വരുന്നു, ഒരുപാട് പ്രോജക്ട്സ്, ഒരുപാട് പരിപാടികൾ. എനിക്ക് വർക്ക് ചെയ്യുന്നതിനൊരു സമയ ക്ലിപ്തതയില്ല. 19-20 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യാൻ എനിക്ക് മടിയില്ല എന്നുള്ളത്. ബാക്കി സമയത്ത് ഉറക്കം കുറവാണ്? ഉറക്കം വളരെ കുറവാണ്. പക്ഷെ ഭക്ഷണം കൃത്യമായി കഴിയും. ഭക്ഷണം സാറിന് എന്നെ കണ്ടാൽ അറിയാമല്ലോ. ഭക്ഷണം ഞാൻ വളരെ അധികം ഇഷ്ടപ്പെടുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞതല്ല. ഇത് ഞാൻ പറഞ്ഞ ഒരുപക്ഷെ ആൾക്കാർ വിചാരിക്കും ജയേന്ദ്രനുള്ള എന്തെങ്കിലും വെറുതെ ജയേന്ദ്രനെ ആക്കാൻ വേണ്ടി സ്വീപ്പാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അല്ല, ജയേന്ദ്രനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് പറഞ്ഞത്. നോക്കിക്കോളൂ. ജന്മവാസനയെ പ്രോത്സാഹിപ്പിക്കാൻ താൻ തന്നെ എടുക്കുന്ന എഫേർട്ടിന് അത് ആരായാലും മറ്റൊരു വ്യക്തിയുടെ സഹായമോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സഹായത്തിനേക്കാളും ഉപരിയായിട്ട് താൻ തന്നെ സഹായിക്കുക എന്ന് പറയും. അതായത് നമ്മൾ പഠിക്കുകയും നമ്മൾ സാധനം ചെയ്യുകയും ചെയ്താൽ മാത്രമേ അതിന്റെ ഫലം കിട്ടുള്ളൂ. അതിന്റെ ഒരു തെളിവാണ് ജയചന്ദ്രൻ. ജയന്റെ കഴിവിനെ എപ്പോഴും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് ഉണ്ടെന്നുള്ള അറിയാണ്ട് പ്രോത്സാഹിപ്പിക്കാൻ ആർക്കും ഒക്കില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും വളരണം. പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ആരോഗ്യം സൂക്ഷിക്കണം. വളരെ ശ്രദ്ധിക്കാത്ത ഒരാളാണെന്ന് എനിക്കറിയാം. കാരണം എന്തെന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ വളരെ ഇഷ്ടമുള്ള മനുഷ്യനാണ്. സംഗീതത്തെക്കാളും ഇഷ്ടപ്പെടുന്നത് ഭക്ഷണമാണെന്നുള്ളത് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ട് സംഗീതത്തെ കൂടുതൽ സ്നേഹിച്ചിട്ട് ഭക്ഷണം കുറച്ച് ശരീരത്തെ സൂക്ഷിക്കുക.
പക്ഷെ അത്ര എളുപ്പത്തിലൊന്നും ഈ ഉപദേശം ജയേന്ദ്രൻ പാലിക്കാൻ തയ്യാറല്ല. ഇല്ല, അത് അതേ ഒരു പുസ്തകം എനിക്ക് തന്നിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ച് ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ വർജിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം ആദ്യം വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് വർജിക്കേണ്ടത്. അപ്പൊ തന്നെ ഞാൻ ആ പുസ്തകം മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഒരു സമയത്ത് എടുത്തു നോക്കിയപ്പോൾ എനിക്ക് തോന്നി, അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നീ ഓരോ പ്രാവശ്യവും ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ഭക്ഷണം വേണോ, സംഗീതം വേണോ, ഭക്ഷണം വേണോ, സംഗീതം വേണോ. അങ്ങനെ ആലോചിക്കുമ്പോൾ സംഗീതം എന്ന് തീർച്ചയായിട്ടും വിചാരിക്കും, അപ്പൊ ഭക്ഷണം താഴെ വയ്ക്കും എന്ന്. അങ്ങനെയൊക്കെ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഇത്തരത്തിലുള്ള നോൺ വെജിറ്റേറിയൻ ഫുഡ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഗുണം ചെറുതായിട്ടൊക്കെ എന്റെ ശരീരത്തിൽ, എന്നാലും ആന മെലിഞ്ഞാൽ അറിയുമോ എന്നുള്ള രീതിയിലായതുകൊണ്ടാണ്. ജയേന്ദ്രന് അല്പം തടിയൊക്കെ ഉണ്ടെങ്കിലും സൗന്ദര്യത്തിൽ ആരും കുറവില്ല കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സാർ, അതുകൊണ്ടാണ് അന്ന് പ്രിയയെ പ്രണയിക്കുന്ന സമയത്ത് ശരീരം മെലിഞ്ഞിട്ടായിരുന്നു, വളരെ മെലിഞ്ഞിട്ടായിരുന്നു. ഒരുപക്ഷെ മെലിഞ്ഞിരുന്നെങ്കിൽ, അന്ന് ഇതുപോലെ തടിച്ചിരുന്നെങ്കിൽ പ്രിയ പ്രേമിക്കുമായിരുന്നു. പ്രിയ പ്രേമിച്ചത് ഒരിക്കലും എന്റെ സൗന്ദര്യത്തെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ സംഗീതത്തെയും എന്റെ ക്യാരക്ടറിനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗാഠമായ പ്രണയമായിരുന്നല്ലേ? എത്ര കാലം പ്രണയിച്ചു കല്യാണത്തിന് മുമ്പ്? ഒരു 10 വർഷം. ഓഹ് എന്റെ അമ്മേ, ഒരു ദശാബ്ദക്കാലം പ്രണയിച്ച ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. പ്രണയത്തിന്റെ അളവ് വിവാഹത്തിലെത്തിക്കുകയും കൂടിക്കൂടി വന്നോ അത് അല്പം കുറഞ്ഞു? പ്രണയം അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഒ.എൻ. വി. സാർ എഴുതിയതുപോലെ പ്രണയം ഒരു അസുലഭ മധുരമാം നിർവൃതിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കൊയറുമായി ബന്ധപ്പെട്ട ആ ഒരു ദൌത്യത്തിലാണ് എനിക്ക് തോന്നുന്നു പ്രിയയുടെ കണ്ണ് ജയേന്ദ്രനും കൊള്ളുവന്ന് വീണത്. എന്റെ കണ്ണ് പ്രിയയിലും. അതെ, രണ്ടും. അതെ. ആരുടെ കണ്ണ് ആദ്യം വന്ന് വീണത്? അത് ഞാൻ അമ്മയടുത്ത് ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ട്, കൊയറിൽ പാടുന്നുണ്ട്. ആ കുട്ടിയെ കല്യാണം കഴിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് അമ്മയടുത്ത് പറഞ്ഞത്. അപ്പൊ അമ്മ ഇത് വിശ്വസിച്ചിരുന്നു. കല്യാണത്തിന് ശേഷമാണ് അറിയുന്നത് ഞാനാണ് ആദ്യം. അതാണ് കണ്ണെറിഞ്ഞത് ഞാനാണത്. അതെ, കണ്ണെറിഞ്ഞതും കണ്ണ് കൊള്ളിക്കാൻ ശ്രമിച്ചതും. ആദ്യം പ്രിയ മൈൻഡ് ചെയ്തില്ലേ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. കൊയറിൽ ആദ്യം പാടുമ്പോൾ ജയേന്ദ്രനാണല്ലോ അതിന്റെ ഒരു വലിയൊരു സൂത്രധാരനും അതിന്റെ കണ്ടക്ടറുമായിരുന്നു. ഈ സംഗീത കണ്ടക്ടർ എന്ന നിലയിൽ ജയേന്ദ്രന്റെ ഒരു കഴിവിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഈ കണ്ടക്ടിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണോ കണ്ണെറിഞ്ഞു വീണത്? അതിന്റെ ഇടയിലും കണ്ണെറിഞ്ഞിട്ടുണ്ട്. എന്താ കാരണം അറിയോ? ഇനി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയയുടെ നമ്മൾ ചോദിക്കുക, അതാ പ്രശ്നം. അതുകൊണ്ട് സത്യം പറയാവുള്ളൂ. പക്ഷെ എനിക്ക് അപ്പോഴേ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതാണ് എന്റെ ആള് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് എന്റെ ആള്, ഞാൻ അന്വേഷിക്കുന്ന ആള് ഇദ്ദേഹം തന്നെയാണ്, ഇദ്ദേഹമാണ് എന്റെ കൂടെ എന്റെ ജീവിതത്തിൽ എന്റെ കൂടെ വരേണ്ടത് എന്നുള്ളൊരു തോന്നൽ ആദ്യം മുതലേ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് ഞാൻ പ്രിയെടുത്ത് വെച്ചപ്പോൾ പ്രിയയ്ക്കും അതേ തോന്നലുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ MB കൊയർ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രിയ കിട്ടില്ലായിരുന്നു. പക്ഷെ അതൊരു നിയോഗമാണ്. MBS സ്ക്വയറിൽ എന്റെ സംഗീതത്തിനും ഒരു നിയോഗമാണ്. പ്രിയ എന്റെ കൂടെ ഏറ്റവും പ്രിയ. വേറൊരു കാര്യം ഞാൻ കാണുന്നത് പ്രിയ എന്റെ ഭാര്യ എന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് എന്റെ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. MBS സ്ക്വയറിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പ്രിയ MA മ്യൂസിക്കെല്ലാം കഴിഞ്ഞല്ലേ പഠിച്ചിരുന്നു? ആ സമയത്ത് BA മ്യൂസിക് പഠിച്ചിരുന്നു. അതെ. പക്ഷെ പിന്നീട് സംഗീതത്തിലേക്കൊന്നും പ്രിയ വന്നില്ല. പ്രിയ നല്ലൊരു നർത്തകിയായിരുന്നു. അത് പിന്നെ കല്യാണം കഴിഞ്ഞ് എന്നെ പോലെയുള്ള ഒരു മൊരടനെ കെട്ടി പുരുഷ മേധാവിത്വത്തിന്റെ പോസ്റ്റലിനെ കണ്ടപ്പോ അത് അങ്ങനെ മാറിപ്പോയതാണ്. ഭയങ്കര മെയിൽ ഷോവിനിസ്റ്റ്. കുറച്ചൊക്കെ ഭയങ്കര കുറച്ച്. പക്ഷെ ഇവിടെ പ്രിയെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇപ്പൊ ജയേന്ദ്രൻ പ്രിയ വിചാരിക്കും എന്താണ് എന്നെ കുറിച്ച് ഇത്രയും സംസാരിച്ചിട്ട് എന്റെ സാന്നിധ്യം ഇല്ലാതാക്കുന്നത്. മ്യൂസിക് പോലെ തന്നെ ഒരുപാട് പാഷനുള്ള ഒന്നാണ് ക്രിക്കറ്റ്. എത്ര ടയേർഡ് ആണെങ്കിലും എത്ര ഇതാണെങ്കിലും പല മാച്ചസും ഇരുന്ന് കാണാറുണ്ട്. അതിലെ കളികളെ പറ്റി ഭയങ്കര ഉത്കണ്ഠയും ടെൻഷനും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. ഈ ക്രിക്കറ്റിനോടുള്ള പാഷൻ എന്തെങ്കിലും കുറയോ? സച്ചിൻ തെണ്ടുൽക്കറിന് വേണ്ടിയിട്ടൊരു പാട്ട് ചെയ്യണമെന്ന് വലിയ മോഹമാണ്, അതെന്തെങ്കിലും നടക്കുമോ? പ്രിയയുടെ അനുമതിയോടുകൂടി ഞാൻ ആ ക്വസ്റ്റ്യൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നില്ല പ്രിയ ചോദിച്ചു. സംഗീതം, ഭക്ഷണം, ക്രിക്കറ്റ് 1, 2, 3. ഞാൻ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രിയക്ക് ദേഷ്യം വരും. ആകെ കുറച്ച് സമയം വീട്ടിലുണ്ട്, ഈ സമയത്ത് ക്രിക്കറ്റ് കണ്ടോണ്ടിരിക്കും. അപ്പൊ ഞാൻ പതുക്കെ, അപ്പൊ സച്ചിൻ ബാറ്റ് ചെയ്യുന്ന സമയത്താണ് മിക്കവാറും ഞാൻ ക്രിക്കറ്റ് കാണാറുള്ളത്. അത് തേടി പിടിച്ച ആ സമയത്ത് കാണും. ചിലപ്പോൾ വർക്ക് മാറ്റി വെക്കും. പഠിക്കുന്ന കാലത്താണെങ്കിൽ
കോളേജിൽ പോവാതിരുന്ന ക്രിക്കറ്റാണ്. അപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സച്ചിൻ നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്ത് വെക്കും. അപ്പൊ എനിക്കൊരു വിശ്വാസമുള്ളത് ഈ സ്ഥാനത്ത് ഞാൻ ഇരിക്കുന്നതുകൊണ്ടാണ്, ഈ ഒരു പൊസിഷനിൽ ഞാൻ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് സച്ചിൻ ഇത്രയും നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടുന്ന് സ്ഥലം മാറിയാൽ തൂക്കും, പ്രശ്നമാണ്, വിക്കറ്റ് ഔട്ടാവും. അങ്ങനെ തന്നെ ചിലപ്പോഴൊക്കെ സംഭവിക്കും. അങ്ങനെ ഞാനും പ്രിയയുടെ നല്ല അടി ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നീ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഔട്ടായത് സച്ചിൻ എന്ന് പറഞ്ഞു. അപ്പൊ പ്രിയയുടെ പരാതി വളരെ കറക്റ്റാണ്. അതായത് MBA സ്ക്വയറിൽ നിനക്ക് 1ാം സ്ഥാനമായിരിക്കുമെന്ന് പറഞ്ഞ് എന്നെ പ്രണയിച്ച് എന്നെ വിവാഹം കഴിച്ച ജയേന്ദ്രൻ സംഗീതം, ഭക്ഷണം, ക്രിക്കറ്റ് ഇതെല്ലാം കഴിഞ്ഞ് 4ാം സ്ഥാനത്തേക്ക് എന്നെ പിന്തള്ളിയിരിക്കുകയാണ് എന്ന് പ്രിയ പറഞ്ഞ ന്യായമായിട്ടുള്ള പരാതിയാണ്. അല്ല, ഞാൻ പറയുന്നത് 2ാമത്തെ സ്ഥാനം എന്തായാലും കൊടുക്കാം. 2ാം സ്ഥാനം. അതെ. ഇതിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ട് ജയേന്ദ്രൻ എന്തായാലും പ്രിയക്ക് 2ാം സ്ഥാനം കൊടുക്കുകയാണ്. സംഗീതത്തിന് ഉള്ള സ്ഥാനം എനിക്ക് ഒന്നിനും എന്റെ ഓരോ ഹാർട്ട് ബീറ്റിന് പോലും കൊടുക്കാൻ പറ്റില്ല. അത് തന്നെയാണ് നമ്പർ 1. പിന്നെ ഭക്ഷണവും ക്രിക്കറ്റും ഒക്കെ പിന്നെ നമുക്ക് വരാം. പ്രിയയ്ക്ക് വേണ്ടി വേണമെങ്കിൽ മാറ്റിവെക്കാവുന്നേ ഉള്ളൂ. അതെ. പ്രിയ പറഞ്ഞ 2ാമത്തെ ഒരു കാര്യം ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ളതാണ്. ക്രിക്കറ്റും സംഗീതമായിട്ട്, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലുള്ള മഹാ ക്രിക്കറ്റ് പ്രതിഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗീതം എന്താ ജയേന്ദ്രൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഏറ്റവും ആരാധിക്കുന്നതെന്ന് തന്നെ പറയുന്നത്, ഒരു ഐഡലൈസ് ചെയ്യുന്ന ഒരു വലിയൊരു ഗ്രേറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് സച്ചിൻ തെണ്ടുൽക്കറാണ്. അദ്ദേഹത്തിന്റെ ബാറ്റ്സ്മാൻഷിപ്പ് മാത്രമല്ല, ആസ് എ പേഴ്സൺ അദ്ദേഹം എപ്പോഴും ഹംബിൾ ആയിരിക്കുന്നതും ഇത്രയൊക്കെ അച്ചീവ്മെന്റ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും മിതത്വവും ഇതെല്ലാം ഞാൻ ഏറെ അധികം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ കഴിവുകളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മഹാനായ കലാകാരന് വേണ്ടിയിട്ട് ഒരു പാട്ട് അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനായിട്ട് സമർപ്പിക്കണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. അത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിനെ നേരിട്ട് പരിചയമില്ല. എങ്ങനെങ്കിലും അദ്ദേഹം അറിയിച്ചോ മൂപ്പരെ? ഇല്ല, എനിക്ക് അദ്ദേഹമായിട്ട് പരിചയമില്ല, അല്ലെങ്കിൽ അത് കോണ്ടാക്ട്സ് ഇല്ല. പക്ഷെ ഞാനത് എങ്ങനെങ്കിലും ഇടിച്ചു കയറിയെങ്കിലും അത് ചെയ്യണം എന്ന്. തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. എന്റെ മനസ്സിൽ അതിന്റെ ഒരു ബീജമുണ്ട്. അതെപ്പം വേണമെങ്കിലും പുറത്തേക്ക് വരാം. സച്ചിൻ, യു ആർ ദ വേൾഡ് എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ള ഒരു കാര്യം.